എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. സർവ വിഘ്നങ്ങൾ, എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സം, അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും തീർത്ത് നമ്മുടെ ആ ഒരു റൂട്ടുകളൊക്കെ വേണ്ട വിധാനമായി നമ്മുടെ ജീവിതം തന്നെ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടായി കുടുംബ ജീവിതം നല്ല രീതിയിലാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രപ്രയോഗ വിധിയാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം. ഏതൊരാളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, പണിക്ക് പോയി കഴിഞ്ഞാൽ പണിയില്ല, ജോലിയില്ല, ജോലിക്ക് പോയാലും സ്വസ്ഥതല്ല, വീട്ടിലാണെങ്കിൽ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യുക, പണം ഉണ്ടായാലും സ്വസ്ഥതല്ല, നമുക്ക് കിട്ടിയ പണമാണെങ്കിൽ രോഗങ്ങളായിട്ടൊക്കെ അതും ഇതൊക്കെ ആയിട്ട് ചെലവാവുക, ഒരു ഐക്യക്കുറവ്, അങ്ങനെ ഒന്നല്ലെങ്കിൽ രോഗങ്ങൾ, ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എന്നും പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരുപാട് ആളുകളുടെ പ്രശ്നം നമുക്ക് ഒരുപാട് പേര് വിളിക്കുന്നത് കൊണ്ടാണ് നമ്മളിതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യാനുള്ള കാരണം തന്നെ പല ആളുകളുടെയും പ്രശ്നം സാമ്പത്തികമാണ്. ഇപ്പൊ ഒരു തടസ്സം തീരാൻ വേണ്ടിയിട്ട് ഒരു പൂജ കഴിക്കാൻ നമുക്ക് ഏറ്റവും ഒരു ഹോമം ചെയ്തിട്ട് തടസ്സങ്ങളൊക്കെ തീർക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 6000 രൂപ ചെലവ് വരും. ഒരു 3000 രൂപ സാധനങ്ങൾക്ക് വരും. 2 പേരുണ്ടാവണം ഒരു കർമ്മം ചെയ്യുമ്പോൾ. ആ കർമ്മത്തിന് നമുക്ക് ഒരു 1500 രൂപ വെച്ച് 2 പേർക്കെങ്കിലും കൊടുക്കാണ്ട്, ഇപ്പൊ ഞാനായാലും ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് 4 മണിക്കൂർ 5 മണിക്കൂർ മെനക്കെട്ട് ചെയ്യുമ്പോൾ ഒരു 1500 രൂപ കിട്ടാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്യാൻ പറ്റില്ല വെച്ചാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവില്ല. അപ്പോൾ നമുക്കിത് ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ 6000 രൂപ ചെലവ് വരും. ഇത് ചെയ്തു കഴിഞ്ഞാലോ ഇത് ഫലമുണ്ടാവുന്നത് വരെ നമുക്ക് കണ്ണും അല്ലെങ്കിൽ ചെവിടും ഉണ്ടാവില്ല, തൊഴിലും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശ് മേടിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ ഇത് നിങ്ങളുടെ ഒരു പൈസ നമുക്ക് തരുന്നത്, നമുക്ക് കിട്ടുന്നത് ഒരു ബംഗാളിക്ക് കൊടുക്കുന്ന ഒരു കൂലി മാത്രമാണ് ഇതിൽ ദക്ഷിണായിട്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കത് വലിയൊരു ചെലവും നമുക്കത് ലളിതമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള ഒരു വരുമാനം മാത്രമാണ് അതിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എന്റെ വരുമാനത്തിനേക്കാൾ വലുതാണ് നിങ്ങളുടെ നഷ്ടം. ഈ നഷ്ടം നിങ്ങൾക്കത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ ഈ ജീവിതത്തിൽ ദുരിതങ്ങൾ മാറ്റി കരകയറാനുള്ള ഒരു മന്ത്രപ്രയോഗം ഉണ്ടാക്കുന്നത്. ഈ മന്ത്രപ്രയോഗത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് നടത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നശിക്കുകയോ അല്ലെങ്കിൽ തരം താഴ്ന്നു പോകുകയോ മാനസികവും ശാരീരികവും കുടുംബപരമായിട്ടൊക്കെ വിഷമിക്കുകയും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിൽ അപ്പോഴാണല്ലോ മന്ത്രത്തിന്റെ ആവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ കഴിയുള്ള ഒരാൾക്കൊരു മന്ത്രത്തിന്റെയും പൂജയുടെയും ഒന്നും ആവശ്യമില്ല. കാരണം ചികിത്സിക്കണമെങ്കിൽ പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ പണം കയ്യിലുണ്ട്. അതുപോലെ എന്ത് പ്രതിസന്ധി നേരിടാനുള്ള അതിൻ്റെതായ ചങ്കൂറ്റും കഴിവുകളും ഒക്കെ ഉണ്ട്. ഇയാൾക്കൊരു മന്ത്രത്തിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ അയാൾ അതിന് പ്രാപ്തനാണ്, അല്ലെങ്കിൽ മറ്റൊരു നെഗറ്റീവ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ശക്തനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇതൊക്കെ പല ആളുകളിലും എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഇറങ്ങിക്കഴിഞ്ഞാലും മുടക്കും തടസ്സവും കെട്ടിത്തിരിച്ചിലുമായിട്ട് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നശിച്ച് നാരായണക്കല്ലായി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇനി മരിച്ചാൽ മതി എന്ന് തോന്നും. കാരണം അവരുടെ മുന്നിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരിക്കും. പക്ഷെ ഈ വഴി നമ്മളിലേക്ക് തെളിഞ്ഞു വരായികയോ ആ വഴി നമ്മളിലേക്ക് എത്തിപ്പെടായികയോ ആ വഴിയിലേക്കുള്ള ചിന്ത നമ്മളിൽ ഇല്ലായിക വരികയൊക്കെയാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രശ്നം. ഈ പ്രശ്നത്തിന് അതിശക്തമായിട്ടുള്ള പ്രതിവിധി തന്നെ നമ്മൾ ചെയ്താൽ തന്നെയാണ് ഇത് നമുക്ക് കരകയറ്റം ഉണ്ടാവുള്ളൂ. കരകയറ്റം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ജീവിതം ഉയർച്ചയിലേക്കാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഞാൻ നശിക്കണേ, എൻ്റെ കുടുംബം നശിക്കണേ എന്ന് ആരും വിചാരിച്ച് നടക്കില്ല. പക്ഷെ അത് ആ കരകയറ്റത്തിലേക്ക് വേണ്ട കര കാണാത്തതാണ് നമ്മുടെ കുഴപ്പം, നമ്മളുടെ പ്രശ്നം. അതിനാണ് നമ്മൾ ഈ ജപിക്കുക എന്ന് പറയുന്നത്. നമുക്കൊരു വഴി തെളിയിക്കണമെങ്കിൽ അത് മനുഷ്യന് സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് ദൈവങ്ങൾക്കേ സാധിക്കൂ എന്നുള്ളത് നമ്മൾ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, നമ്മൾ പല ദൈവങ്ങളെയോ അല്ലെ പലയിടത്തും പോകും, അവിടെ പോയിട്ടൊരു കാര്യമില്ല, ഇവിടെ പോയിട്ടൊരു കാര്യമില്ല എന്ന് പറയും. പക്ഷെ അടിയുറച്ചൊരു വിശ്വാസത്തോടു കൂടിയിട്ട് വേണം ദൈവികപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ചെയ്യാൻ. നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോരുന്നത് ആ ഒരു വിശ്വാസം കാരണം ശരിയാവും എന്നുള്ള അടിയുറച്ചൊരു മനസ്സ് നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് നമുക്കതിന് വേണ്ടായിട്ടുള്ള ആ ഗുണാനുഭവം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ജപിക്കാൻ
അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കാം, അല്ലെങ്കിൽ എന്റെ സർവ്വ തടസ്സങ്ങളും തീർത്ത് സർവൈശ്വര്യം ഉണ്ടാക്കി തരണം ഭഗവാനേന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. ഈ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കുളിച്ച് വൃത്തിയാവുക, നല്ല ശുദ്ധമായിട്ടിരിക്കുക. എന്ത് തിരക്കും ആകെ പ്രശ്നങ്ങളാണെങ്കിലും ഒരു മന്ത്രജപം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നേരം ഉണ്ടാവില്ല, തീരെ സമയം ഉണ്ടാവില്ല. നേരെ സമയമില്ലാച്ചാൽ ഒന്നിനും ആൾക്കാർക്ക് ഇതിൽ തയ്യാറാവില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ നടക്കും വേണം. അങ്ങനെ വരുന്നവരാണ് ഈ ചടഞ്ഞിരുന്ന് കുടുംബം നശിച്ച് വെണ്ണൂറാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കരകയറണം എന്നുള്ള ചിന്തയുള്ള ഒരാളുകൾ ഇതിന് വഴികൾ അന്വേഷിക്കും, യൂട്യൂബിൽ അന്വേഷിക്കും, അങ്ങനെ പലതും അന്വേഷിക്കും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രയോഗം നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതം കരകയറുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഒരു വിഘ്നേശ്വരന്റെ ഒരു മന്ത്രപ്രയോഗമാണ്. ഇതിന് നമ്മൾ രാവിലെ എണീക്കുക, നല്ല ഒരു എണീക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്കെങ്കിലും എണീക്കണം. എണീച്ച് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഭസ്മങ്ങളൊക്കെ തൊട്ടതിന് ശേഷം ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കുക. കത്തിച്ചു വെച്ചിട്ട് അതിന്റെ മുന്നിൽ നല്ലതുപോലെ ഇരുന്ന് കണ്ണടച്ചിരുന്നിട്ട് വിഘ്നേശ്വര രൂപത്തെ നമ്മൾ ധ്യാനിച്ചിരിക്കുക. ഈ 2 പുരികത്തിന്റെ നടുക്കിലും ധ്യാനിച്ചിരിക്കുക. ഈ വിഘ്നേശ്വര മന്ത്രം കണ്ടെത്തിയ ഋഷീശ്വരന്റെ ഒരു മന്ത്രം ഇപ്പൊ പറയും. അത് നിങ്ങൾ ആദ്യം ഒരു വട്ടം ജപിക്കുക. ഈ ജപിച്ചതിന് ശേഷമാണ് നിങ്ങൾ എന്ത് വേണ്ടത്, നമ്മൾ മന്ത്രം ജപിക്കേണ്ടത്. ഗണക ഋഷി വിരാട് ഛന്ദ ക്ഷിപ്രപ്രസാദനോ മഹാഗണപതി ദേവത. ഇതാണ് മന്ത്രം. ഇത് ഋഷി ഛന്ദസ് എന്നാണ് ഇതിന് പറയുക. ഈ ഋഷി ഛന്ദസ് എന്ന് പറയുന്നത് ഈ ദുരിതം നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള വിഘ്നേശ്വരന്റെ മന്ത്രം കണ്ടെത്തിയ വ്യക്തിയാണ്. ആ അദ്ദേഹത്തിനെ സ്മരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സ്മരിച്ചെങ്കിൽ മാത്രമാണ് ഈ ചെല്ലാൻ പോകുന്ന മന്ത്രത്തിന് നമുക്ക് ഫലവും കിട്ടുള്ളൂ. ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്താണ് ഈ 8 പ്രാവശ്യം ഈ ഋഷി ഛന്ദസ് എന്ന് പറയുന്ന ഈ ഗണക ഋഷി എന്ന് പറഞ്ഞ ആ മന്ത്രം നമ്മൾ ചൊല്ലണം. ഇത് ചൊല്ലിയതിന് ശേഷം നമ്മൾ ഓം നമഃ ശിവായാന്നും ഓം നമോ നാരായണായ നമാന്നും 108 തവണ വീതം ജപിക്കും വേണം. എന്നെങ്കിലാണ് നമ്മളെ ദുരിത പാപ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് ഐശ്വര്യം, അഭിവൃദ്ധിയും, സമ്പത്തും അതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ആ ഒരു അനുഗ്രഹവും ഐശ്വര്യം, പ്രകൃതിയുടെ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ബുദ്ധിയിലേക്കും കഴിവിലേക്കും വരുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കുക. ഓം ഘം ക്ഷിപ്രപ്രസാദനായ മഹാഗണപതയെ നമ. ഇതാണ് നാം. ക്ഷിപ്രപ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ അനുഗ്രഹം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഗണപതിയുടെ മന്ത്രവും കൂടി നമ്മൾ ഈ രീതിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള മാർഗങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന ആളുകൾ ഒന്നാലോചിക്കണം. ഈ മന്ത്രം ജപിച്ചിട്ട് അകത്തനേണ്ട വിളക്കിന്റെ അവിടെ കുത്തിരിക്കലോ അകത്ത് കിടന്നുറങ്ങിയാലോ നമ്മളെ കാര്യം സാധിക്കില്ല. ഈ നടക്കാൻ വേണ്ടി നമ്മളുടെ പ്രയത്നം ഉണ്ടാവുക. കാരണം വെച്ചാൽ പെണ്ണ് കാണാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെണ്ണന്വേഷിക്കാൻ നമ്മൾ മുറ്റത്തേക്കെങ്കിലും ഇറങ്ങണം. എന്നാലും ആരെങ്കിലും കണ്ടിട്ട് കല്യാണം കഴിച്ചിട്ട് പെണ്ണൊന്നും ശരിയായില്ലേ എന്നെങ്കിലും നമ്മളോട് ചോദിച്ചിട്ട് അവര് എന്താണ് അങ്ങനെ സ്ഥലത്തൊരു കുട്ടീൻ്റെ പോയി വെക്കുമെന്ന് പറയുള്ളൂ. ഇത് അകത്തന്നെ കുത്തിയിരുന്നാൽ നടക്കില്ല. അത് മിനിമം ഒരു മുറ്റത്തേക്കെങ്കിലും ഇറങ്ങുക എന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഏത് കാര്യം. ഇപ്പൊ ജോലി, നമ്മൾ എന്ത് ജോലിക്കാരനാണ്, ഏത് ജോലിക്കാരനാണ്, എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള ആൾക്കാർക്കും പലർക്കും അറിയണ്ടാവില്ല. ഇവൻ രാവിലെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്, പിന്നെ വൈകിട്ട് വരുന്നുണ്ട്, എന്താ പണിയെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ജോലി ഇല്ല, ജോലി ഉണ്ടോ, ജോലിക്ക് പോകണ്ടോ, എന്താ ജോലി എന്ന് പോലും നമ്മുടെ നാട്ടുകാർക്കോ പരിസരക്കാർക്കോ പലർക്കും അറിയില്ല. എന്നാൽ അവരെ കയ്യിൽ നമുക്ക് തരാനുള്ള ജോലി കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ തൊഴിലും നമ്മുടെ ആവശ്യം നമ്മുടെ ആൾക്കാരോടൊന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ വ്യക്തി നമുക്ക് കിട്ടാനുള്ള, അല്ലെങ്കിൽ തൊഴിലില്ലെങ്കിൽ തൊഴിലുള്ളിടത്തേക്ക്, അല്ലെങ്കിൽ സമ്പത്ത് കടം വേണമെന്നുവെച്ചെങ്കിൽ കടം വീട്ടാനാണെങ്കിൽ കടം മറ്റൊരാൾ തരാനും നമുക്ക് ഉള്ളൊരു വഴി തുറക്കണമെങ്കിൽ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്കാറാണ്. കണ്ടമാനം ആൾക്കാരുണ്ട് മുറ്റത്തുനിന്ന് ഇറങ്ങില്ല. വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളൊക്കെ ചൂട്ടും കെട്ടി എടുത്തിട്ട് ഇങ്ങനെ മൂട്ടിൽ കത്തിച്ച് ഓടിക്കണം വീട്ടിൽ നിന്ന്, എന്നാലാണ് പുറത്തേക്കാണ്ട് ഇറങ്ങുള്ളൂ. അപ്പൊ അതുപോലത്തെ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തേക്ക് ഒരുപാടുണ്ട്. അപ്പൊ അവർ പറയുന്നത് കൈവശമാണ്, കരിങ്കണ്ണാണ്, പണിക്ക് പോയ കോട്ടുവായ വരികയാണ് എന്നൊക്കെയാണ്. പക്ഷെ നമ്മളതിന് പൂജ്യം മന്ത്രവാദം ഇതൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മളിതിന് മലയാളത്തിൽ മടി എന്നുള്ളൊരു സാധനമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കല്. നിങ്ങൾ മടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ചിന്ത ഇതിന് തയ്യാറല്ല എന്നുള്ളത് മാത്രമാണ് നിങ്ങളെ പ്രശ്നം. ഞാൻ ഇവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞേക്കുക ചെയ്യാം. പക്ഷെ കൈവശം കൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടാലറിയാം. ഈ
പണിക്ക് പോകാണ്ട് പിത്തം പിടിച്ച് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഓടിക്കുക തന്നെ വേണം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി 108 തവണ വീതം ഒരു ദിവസം ജപിക്കണം. അത് കഴിഞ്ഞാൽ ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ നാമാന്ന് നമ്മൾ ജപിക്കുക. ഇത് ജപിച്ചാൽ എന്തായി, നമുക്ക് ഈ മന്ത്രം ജപിച്ചതിന്റെ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നമുക്കത് അനുഗ്രഹമായിട്ട് വരും. ഈ അനുഗ്രഹത്തിൽ തന്നെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും വന്നു ചേരാത്തത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളും മാറാത്തത്, ഇതൊക്കെ വേണ്ട വിധാനം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ചിന്ത, ബുദ്ധി നമ്മളിൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. പ്രകൃതി എന്ന് പറയുന്നതിൽ നല്ലതും ചീത്തയും ഒരുപാടുണ്ട്. ഈ നല്ലതും ചീത്തയും ഒരുപാടുള്ളതിൽ ഒരു ദോഷം വരാൻ സിമ്പിളായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര് കേൾക്കാൻ പെട്ടെന്ന് പറ്റും. അതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ദോഷം വരാനും പെട്ടെന്ന് പറ്റും. ഒരു വ്യക്തി നശിക്കാനും വേഗം നശിക്കും. പക്ഷേ അയാൾ സമ്പന്നനാവണമെങ്കിൽ പാട് കുറെ പെടേണ്ടി വരും. നല്ല പേര് കിട്ടാനും നല്ല പാട് കുറെ പെടേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ദോഷം മാറ്റാനും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ വന്നു ചേരാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ്. പക്ഷേ അത് മാറ്റിയെടുക്കാനോ നമ്മളിലേക്ക് അത് നന്നായി വരാനോ ഒരുപാട് കഷ്ടപ്പാടും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ മനസ്സിലാക്കുന്നത് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഉയർച്ചയിലേക്ക് വേണ്ടിയുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് തെളിഞ്ഞു വരുള്ളൂ. അപ്പോഴാണ് ഈ പ്രകൃതിയിൽ തന്നെ ഈ സാധനമൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഈ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഈ പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമുക്കതിന് വേണ്ട ചിന്ത നമ്മളിൽ വേണം. പണം ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ പണം ഉണ്ടാവുള്ളൂ. പണം തന്നെ നമ്മളിൽ വന്നു ചേരില്ല. അയാൾക്ക് ഇങ്ങനെ പണം ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ബൂസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ എല്ലാ എനർജിയും അതിലേക്ക് ഷാർപ്പായി വരും. അപ്പൊ ഇത് ഉള്ളോടത്തേക്ക് നമ്മളെ ചിന്ത അങ്ങനെ പോവും. അവിടെ കിടക്കണ്ട അപ്പൊ പോയി പിടിക്കണം വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളാകും. ആ ഒരു മൈൻഡില് വേണം ഇത് ചെയ്യാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും. പല വീഡിയോകളും ഞാൻ ഇടുന്ന സമയത്ത് ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ ഗ്യാരണ്ടി ഉണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു മടിയന്മാരും ഒരു കാര്യപ്രാപ്തി ഇല്ലാത്തവരും അല്ലെങ്കിൽ ഒരു കുടുംബം നല്ലപോലെ നോക്കി നടത്തണം എന്നുള്ള ആഗ്രഹമില്ലാത്തവരും ചെയ്യുന്ന കുറെ വൃത്തികെട്ട ഒരു സംസാരമാണത്. നിങ്ങൾക്ക് മാറ്റിത്തരാൻ പറ്റുമോ എന്നൊക്കെ. അയാൾ അത് ചെയ്യാൻ തയ്യാറല്ല. അയാളുടെ കാര്യം നടത്താൻ പ്രാപ്തനല്ല. പക്ഷേ അന്ന് മറ്റേതെങ്കിലും മാർഗം നമ്മൾ പ്രയത്നിച്ച് നോക്കാനും തയ്യാറല്ല. ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇതൊക്കെ സൂട്ടാവുക എന്നുള്ളത് നമുക്ക് എന്താ പറയാ നമുക്ക് അറിയുള്ളൂ. അപ്പോ ഈ ഒരു മന്ത്രം ജപിച്ചു നടക്കൂല ജപിച്ചാലേ അറിയുള്ളൂ. അപ്പൊ ജപിക്കാനും വേണ്ടിയിട്ടും ഇതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഈ ജപിച്ചു കഴിഞ്ഞിട്ട് ഉള്ള ഗുണം നമ്മളിലേക്ക് ഏതെങ്കിലും തരത്തിൽ വന്നു ചേരും. ആ വഴിയിലൂടെ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് എന്ത് കാര്യമാണോ നമ്മളിലേക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും. ആ ഗുണത്തിന്റെ പിന്നിലാണ് നമ്മൾ കരകയറുക. എല്ലാതും വാരിക്കോരി കിട്ടലല്ല. അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് വിശ്വാസം, ആ ഒരു ഭക്തിയോടുകൂടി നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ജീവിതം സന്തുഷ്ടമാകും എന്നുള്ളതാണ് ഏറ്റവും ഈ ദേവ മന്ത്ര ജപം കൊണ്ടുള്ള പ്രത്യേകത. അപ്പോൾ വൈദ്യം ജ്യോതിഷം ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.